അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, SNEC വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒരു പുതിയ ഹിജ്രി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ വർഷാരംഭം എന്നു മുതൽ എന്തിനോട് ബന്ധിപ്പിക്കണം എന്ന ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അവരുടെ വഫാത്ത്, അവർക്ക് നുബുവത്ത് കിട്ടിയ ആ ദിവസം, മാസം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബദർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവബഹുലമായ ആ ചരിത്രം, അതിൽ നിന്ന് ഹിജറയോട് ബന്ധിപ്പിക്കുക എന്നതാണ് മഹാന്മാരായ സഹാബത്ത്, മുൽഹമായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഇത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? നാം ഒന്ന് ആലോചിച്ചാൽ, എന്തൊക്കെ നാം മറന്നാലും ശരി, ഹിജറയെ സംബന്ധിച്ച് ഉള്ള ഓർമ്മ അതൊരിക്കലും ഇല്ലാതെയാവാൻ പാടില്ല. അത്രമേൽ സംഭവ ബഹുലമാണ്, പഠനാർഹമാണ്. നമ്മുടെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സ്വാധീനിക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഹിജ്റ. അതുകൊണ്ട് തന്നെ ആ ഹിജ്റയെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത, പഠനം, ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ മുസ്ലിം ഡേറ്റിംഗ്, അവരുടെ താരീഖ് നിർണയം, അത് ഈ ഹിജറയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഈ പ്രബോധനം മക്കയിൽ സാധ്യമാവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. 114 വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങളിൽ 82 സൂറത്തും ഇറങ്ങിയത് മക്കയിൽ വെച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ ആയുസ് 23 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ 13 വർഷവും മക്കയിലാണ് ജീവിച്ചത്. ബാക്കി 10 വർഷമാണ് മദീനയിൽ ജീവിച്ചത്. അഥവാ പരമാവധി അവിടുത്തെ ദൗത്യം പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനപരമായി അത് പൂർത്തീകരിക്കാൻ ആവുന്നതൊക്കെ പരമാവധി സഹിച്ചും ക്ഷമിച്ചും മക്കയിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം ഒരു നിലക്കും സാധ്യമാവില്ല എന്ന് മാത്രമല്ല, അവിടെ ജീവിക്കാൻ തന്നെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നുകിൽ വകവരുത്തണം, അല്ലെങ്കിൽ പിന്നെ നാട് കടത്തണം തുടങ്ങി അവർ ആലോചന നടത്തുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിലൂടെ അവർ പ്രഖ്യാപിക്കുകയായിരുന്നു, ഒരിക്കലും തന്നെ ഞങ്ങൾ ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല, ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുമതി നൽകുന്നു. മുൻകൂട്ടി തന്നെ മഹാന്മാരായ സ്വഹാബത്തിന് അതിന് സമ്മതം കൊടുക്കുന്നു. ഇത് സംഭവം, ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ ഒരുപാട് പാഠമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന പാഠം, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ലോകത്തെ ഒരു പൊതു തത്വമാണ്, അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, ഇൻ തവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും. അള്ളാഹു നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയാകുമ്പോൾ അവൻ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അവൻ നിർവഹിച്ചില്ല എങ്കിൽ നിങ്ങളെ മാറ്റി മറ്റൊരു സമൂഹത്തെ അത് ഏൽപ്പിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ട സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 വർഷം പാടുപെട്ട് ക്ഷമിച്ച് സഹിച്ച് ഇത് മക്കയിൽ തന്നെ, മക്കയിലെ ജനസമൂഹം തന്നെ ഏറ്റെടുക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവരൊരിക്കലും അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. നബിയെ വകവരുത്താൻ അവർ തീരുമാനിക്കുന്നു. ആ സമയം നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് പറ്റുന്നൊരു മണ്ണ്, ഒരു സംവിധാനം, ഒരു സാമൂഹിക അന്തരീക്ഷം മദീനയിൽ അള്ളാഹു സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഇങ്ങനെ ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്നും അന്ത്യപ്രവാചകൻ വന്നാൽ മദീനയിലേക്ക് ഹിജറ വരുമെന്നും മുൻ വേദങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട്
ജൂതന്മാരൊക്കെ പലരും ആ പ്രവാചകനെ പിൻപറ്റാൻ വേണ്ടി മദീനയിലേക്ക് മുന്നേ പലായനം ചെയ്ത് അവിടെ താമസമാക്കിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട് മദീന നിവാസികൾ. അപ്പോഴാണ് മക്കയിലുള്ള ഈ പ്രവാചകനെ സംബന്ധിച്ച് അറിയുന്നതും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങോട്ട് നബിയെ ക്ഷണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോകുന്നു. കൃത്യമായി ഈ സുന്നത്ത് അള്ളാഹുവിൻ്റെ ഈ ചര്യയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. മക്കക്കാരതിന് തയ്യാറല്ല എന്ന് വന്നപ്പോൾ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും എന്ന് ഇത് വളരെ കൃത്യമായി സൂറത്ത് തൗബയിൽ അള്ളാഹു കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഹിജറ കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് ഹിജറയെ സംബന്ധിച്ച് ഒരായത്തിറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തബൂക്ക് യുദ്ധം, ഫക്കം ഫത്തഹിൻ്റെ ശേഷം ഹിജറ 9-ാം വർഷം നടക്കുന്ന യുദ്ധമാണ്. അത് ശക്തമായ വേനലിലാണ്, പ്രയാസം ഉള്ള സമയമാണ്, അതുകൊണ്ട് വളരെ ദൂരമുള്ള സ്ഥലത്തുമാണ്. അതുകൊണ്ട് പലരും പിന്തിരിഞ്ഞു, മടി കാണിച്ചു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ മാലക്കും ഇദാ ഖീല ലക്കും മുൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർളി അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ. മുഅ്മിനീങ്ങളെ, നിങ്ങളോട് സത്യത്തിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചാൽ എന്താണ് നിങ്ങൾ മടി കാണിക്കുന്നത്? ഈ ഭൗതിക സുഖം മാത്രം മതിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ 2-3 ആയത്തുകൾ ഇറങ്ങുകയാണ്. എന്നിട്ട് അതിൽ പറയുകയാണ്, ഇല്ലാ തൻസുറൂ ഇല്ലാ തൻഫിറൂ, നിങ്ങൾ കൽപ്പന അനുസരിച്ച് പോവാൻ തയ്യാറായില്ലെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ, കഠിനമായ ശിക്ഷ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, മറ്റൊരു സമൂഹത്തെ അള്ളാഹു പകരമാക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അതിന് തെളിവായും കൊണ്ട് പറയാണ്, ഇല്ലാ തൻസുറൂ, എൻ്റെ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഫഖദ് നസറഹുല്ലാഹ്, അള്ളാഹ് പണ്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ, മക്കയിൽ നിന്ന് തൻ്റെ ആ പ്രവാചകൻ്റെ ഒരൊറ്റ സാഹിബാണ് കൂടെയുള്ളത്. അവർ 2 പേര് മാത്രമായി ഇറങ്ങിയൊരു ദിവസമുണ്ട്, ഒരു പാതിരാവുണ്ട്. ആ രാവിലെ ആരും തന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ പ്രവാചകനെ സംരക്ഷിച്ചത് അല്ലാഹുവാണ്. നിങ്ങൾ അൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചില്ല എന്നതുകൊണ്ട് ഈ ദീൻ ഇവിടെ നിലനിൽക്കില്ല എന്നോ ഈ സത്യം ഇവിടെ നിലനിൽക്കുകയില്ല എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ച് മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന സുന്നത്ത് നടപ്പിലാക്കുകയായിരുന്നു ഹിജ്റയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയത് എന്ന് വളരെ കൃത്യമായി സൂറത്ത് തൗബയിൽ 9 വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സമർത്ഥിക്കുകയാണ്. ഇത് എല്ലാവർക്കും പാഠമാണ്. ഇത് ഈ ഒരു ഹിജ്റയിൽ മാത്രമല്ല, ചരിത്രത്തിൽ ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മംഗോളിയരുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ബഗ്ദാദും ഇറാഖും സിറിയയും ഒക്കെ നശിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ചിന്തിക്കുന്ന, മുസ്ലിമാണെന്ന് പറയാൻ ധൈര്യപ്പെടാത്തൊരവസ്ഥയിലേക്കെത്തി. ലക്ഷക്കണക്കിന് മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ അഴുക്കുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ, അതിലൂടെയുള്ള മരണവും. ഇങ്ങനെ ഇനി ഒരിക്കലും ഇങ്ങനൊരു തിരിച്ചുവരവ് ഇസ്ലാമിനില്ല, എല്ലാം നശിച്ചു എന്ന് ലോകം വിധി എഴുതിയിടത്ത് നിന്ന് എന്തുണ്ടായി? പിന്നീട് ഇസ്ലാം ഉയർത്തെഴുന്നേറ്റു. അതാരായിരുന്നു? ഈ മംഗോളിയർ. ഇവരുടെ മക്കളും പേരമക്കളുമൊക്കെ ഇസ്ലാമായി എന്ന് മാത്രമല്ല, അവർ ചവിട്ടിമെതിച്ച ഈ ഇസ്ലാമിനെ അവർ ഏറ്റെടുക്കുകയും ഇസ്ലാമിൻ്റെ പതാകവാഹകരാവുകയും അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും ഉണ്ടായി എന്നത് ചരിത്രത്തിൻ്റെ ആവർത്തനമായിരുന്നു. അന്ന് അന്നത്തെ ഭരണാധികാരികളുടെയും മറ്റുമൊക്കെ ദുഷ്ചെയ്തികളെ കൊണ്ട്, മുസ്ലിമീങ്ങളുടെ ഒരു മോശപ്പെട്ട അവസ്ഥ കൊണ്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചു. പക്ഷേ പിന്നീട് അള്ളാഹു പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ ശത്രുക്കളെ തന്നെ അള്ളാഹു ഏൽപ്പിക്കുന്ന കാഴ്ച ചരിത്രത്തിൽ ആവർത്തിച്ചു. ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹിജ്റ നൽകുന്ന വലിയ ഒന്നാമത്തെ പാഠമായി നമ്മൾ കാണേണ്ടത്, നാം ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നാം വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല,
അത് പലപ്പോഴും ശിക്ഷയ്ക്ക് കാരണമായിരിക്കും. ഈ ലോകത്തിൻ്റെ നല്ല നിലാമ് നിലനിൽക്കണമെങ്കിൽ ഈ ഒരു നന്മ ഇവിടെ നിലനിന്നേ പറ്റൂ. അതിനാവശ്യമുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിലൂടെ മാത്രമേ സുഗമമായി നമുക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ സന്ദേശം. മറ്റൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു കാര്യം നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഒളിച്ചോടേണ്ടി വന്നതൊന്നുമല്ല. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പോവേണ്ടി വരുമെന്ന് ആദ്യമേ അറിയായിരുന്നു. നുബുവത്ത് കിട്ടിയ അന്ന് തന്നെ, ആ ആദ്യ ദിവസങ്ങളിൽ തന്നെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പണ്ഡിതൻ്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി കൊണ്ടുപോകുന്ന രംഗമുണ്ടല്ലോ ചരിത്രത്തിൽ. അന്ന് വറഖത്ത് പറയുന്നുണ്ട്, നിങ്ങളെ നാട്ടുകാർ പുറത്താക്കും എന്ന്, അല്ലേ? അവ മുഖ്രിജയ്യഹും എന്ന് റസൂലുള്ളാഹി അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഇത്ര എന്നോട് എന്തൊരു സ്നേഹമാണ് മക്കൾക്കാർക്ക്, എന്നെ അവർ പുറത്താക്കുമോ? അങ്ങനെ അപ്പോൾ ആ വറഖത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, അതെ, ഈ ഇങ്ങനെയുള്ള സത്യങ്ങളുമായി വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് ജനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ മുൻകാല പ്രവാചകന്മാർക്കൊക്കെ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്കും അത് അനുഭവിക്കേണ്ടി വരും. ആ ദിവസം ഞാൻ യുവാവായി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് ആ പ്രായമേറെ ചെന്ന ആ വയോധികനായ പണ്ഡിതൻ പറഞ്ഞ രംഗം ബുഖാരിയിലടക്കമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മുതൽ അതറിയാമായിരുന്നു. മാത്രമല്ല, ഈ ഹിജ്റയിലെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഒരു രംഗമുണ്ട്. സുറാഖത്ത് എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചു കൊണ്ടുപോവാൻ വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തിയോ അല്ലെങ്കിൽ ജീവനോടെയോ തിരിച്ച് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ 100 ഒട്ടകം കിട്ടും. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വീഴുകയും അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാല് കുളമ്പ് ആ ചെളിയിൽ പൂഴ്ന്നു പോകുന്നത് പോലെ അവിടെ താഴ്ന്നു പോവുകയും ചെയ്ത രംഗമുണ്ട്. അങ്ങനെ അയാൾ അവസാനം രക്ഷപ്പെട്ട് നബിയോട് തന്നെ കെഞ്ചുകയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന്. അങ്ങനെ റസൂലുള്ളാഹി ദുആ ചെയ്തു, അയാളെ തിരിച്ചയക്കുന്ന രംഗമുണ്ട്. അപ്പോഴും അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അന്ന് റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി അദ്ദേഹത്തോട് പറഞ്ഞു, പേർഷ്യൻ രാജാവിൻ്റെ കിരീടം നിന്റെ തലയിൽ അണിയിക്കുന്ന ഒരു രംഗമുണ്ട്, അന്ന് നീ എങ്ങനെയായിരിക്കുമെന്ന്. ചരിത്ര യാഥാർത്ഥ്യമല്ലേ? റസൂലുള്ളാഹി വഫാത്തായി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിൻ്റെ ഭരണക്കീഴിൽ വരുന്നത്. അന്ന് ആ പേർഷ്യൻ രാജാവിൻ്റെ കിരീടം ഈ സുറാഖത്തിൻ്റെ തലയിൽ ഉമർ റളിയല്ലാഹു അൻഹു അണിയിച്ച രംഗമുണ്ട് മദീനയിൽ. അന്ന് സഹാബത്തൊന്നായി തക്ബീർ ചൊല്ലിയ ദിവസമാണത്. റസൂലുള്ളാഹി അന്ന് പറയുന്നത് നടപ്പിൽ വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇത് അന്നേ അറിയാം. പക്ഷേ മുസ്ലിം സമൂഹം ചെയ്യേണ്ടുന്ന, റസൂലുള്ളാഹി പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒളിഞ്ഞു പോവേണ്ടി വരുന്നു? ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ രാത്രിയുടെ ഒരു മിനിറ്റ് കൊണ്ട് ആകാശലോകങ്ങളൊക്കെ സഞ്ചരിച്ച് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ചിലർ പറയും, ആ പടച്ചോൻ എവിടെയായിരുന്നു? ആ അള്ളാഹ്ക്ക് മക്കത്ത് നിന്നിട്ട് മദീനയിലേക്ക് എടുത്താൽ മതിയായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിയമം പഠിപ്പിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അന്തസ്സുള്ള കാലഘട്ടമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. നമ്മൾ ഒരിക്കലും തന്നെ രക്തച്ചൊരിച്ചിലേക്ക് പോകരുത്. നാം അവിടെയൊക്കെ സ്വീകരിക്കേണ്ടുന്ന നയം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാതെ എനിക്കെന്നോ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് എനിക്ക് പോകാം എന്ന് കരുതിയാൽ അത് സമൂഹം അത് ഏറ്റെടുക്കും, അത് അപകടമുണ്ടാക്കും. അത്തരം ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടുന്ന നയസമീപനത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഈ ദീൻ പൂർണ്ണമാകും, ഇതിൻ്റെ അവസാനം എന്താകും എന്നൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. അതിൻ്റെ മുമ്പ് ഇസ്രാ മിഅ്റാജൊക്കെ കഴിഞ്ഞതുമാണല്ലോ. പക്ഷേ റസൂലുള്ളാഹി വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. രാത്രി അവിടുന്ന് കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് മറ്റൊരാളെ ഉറക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ അങ്ങനെ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്നു. എന്നിട്ട് കുറച്ച് സമയം ഗുഹയിൽ താമസിക്കുന്നു. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം? വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകള് ഭക്ഷണമായി വരുന്നു. ആ ഭക്ഷണമായി വരുന്ന മകളുടെ കാൽപ്പാടുകളെ മായ്ക്കാൻ, ആടിനെ മേയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വളരെ പഴുതുകൾ അടച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത്. ഇതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിലും എത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും?
പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിന്മേലായിരുന്നില്ല അവലംബം. അവസാനം ഇതൊക്കെ ചെയ്തിട്ടും ഗുഹാമുഖത്ത് ശത്രുക്കളെത്തി. അപ്പോൾ പറഞ്ഞത് എന്താ? നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ എന്നല്ല പറഞ്ഞത്. മാലന്നുക ബില്ലാഹി ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഇതിൻ്റെ പാഠം എന്താണ്? നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കൃത്യമായി പ്ലാൻ ചെയ്യണം, ആസൂത്രിതമായിരിക്കണം. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പഴുതുകളടച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിന്മേൽ അവലംബിക്കാൻ പാടില്ല. അവലംബം സർവശക്തനായ റബ്ബിൻ്റെ മേലായിരിക്കണം. തവക്കുൽ ചെയ്യണം. തവക്കൽ അലല്ലാഹ്. ആ മൃഗത്തെ കെട്ടിയിട്, എന്നാൽ കെട്ടിയിട്ടുണ്ടല്ലോ സമാധാനിക്കരുത്. തവക്കുൽ അല്ലാഹുവിൻ്റെ മേലായിരിക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ കൃത്യമായി മുസ്ലിം സമൂഹം നമുക്ക് ജീവിതത്തിൻ്റെ പാഠങ്ങൾ നൽകുകയാണ് ഹിജ്റയിലൂടെ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ആയിരിക്കണം, ദീർഘവീക്ഷണത്തോടുകൂടെ ആയിരിക്കണം, പഴുതുകൾ അടച്ചുകൊണ്ടായിരിക്കണം. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കൃത്യമായി തവക്കുലും തഫ്വീദും സർവശക്തനായ രാജാതിരാജനായ റബ്ബിൻ്റെ മേൽ ആയിക്കൊണ്ടേയിരിക്കുകയും വേണം. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര പാഠങ്ങൾ, ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രധാനമായി നാം ആലോചിക്കേണ്ടത്, ഒരു വർഷം കഴിഞ്ഞു, അടുത്ത വർഷത്തിലേക്ക് നാം പ്രവേശിച്ചു. തമുറുൽ ലയാലി വൽ ഹവാദിഥു തൻഖളി കഅദ്ഗാസി അഹ്ലാമിൻ വനഹ്നു റുഖൂദു. ഉറങ്ങിക്കിടക്കുന്ന ആൾ സ്വപ്നം കാണുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, അല്ലേ? എന്തെല്ലാം ഇപ്പോൾ നമ്മുടെ ഈ ആയുസ്സിൽ കഴിഞ്ഞു പോയി. സംഭവിക്കുമ്പോൾ നമ്മൾ ഹാഹു എന്നൊക്കെ പറയുമെന്നല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വപ്നം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ വഅജബു മിൻ ദാ, ഇതിനേക്കാൾ അത്ഭുതമായിട്ടുള്ളത്, അന്നഹാ കുല്ല സാഅത്തിൻ തഹസ്സു ബിനാ സൈറൻ വനഹ്നു ഖുഊദു. ഈ രാപ്പകലുകൾ, ഈ ദിനരാത്രങ്ങൾ നമ്മയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. നാം ഇവിടെ ഇരിക്കുകയാണെങ്കിലും, നാം നമ്മുടെ വീട്ടിലോ ഓഫീസിലോ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും നാം യാത്രയിലാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം മരണമാണ്, ഖബറാണ്. ആ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം ഇത്രയും കുറഞ്ഞു. ഈ കഴിഞ്ഞൊരു വർഷം നാം അള്ളാഹുവിലേക്ക് അടുക്കുകയാണോ ചെയ്തത്? സ്വർഗത്തിലേക്ക് അടുക്കുകയാണോ ചെയ്തത്? അല്ല, തിന്മകൾ വർദ്ധിച്ചു, നരകത്തിലേക്കും അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അടുക്കുകയാണോ ചെയ്തത് എന്ന് ആലോചിച്ച് വിചാരണ നടത്തി, വീണ്ടും വിചാരം നടത്തി, നാം സ്വയം നമ്മെ തന്നെ ഒരു പരിശോധന നടത്തി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും കഴിഞ്ഞ കാലത്ത് വന്നുപോയ അപാകതകളെ പൊറുപ്പിക്കുവാനും ശിഷ്ടജീവിതം പടച്ചറബിൻ്റെ പൊരുത്തത്തിലാക്കുവാനും പരമാവധി ശ്രമിക്കുക. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മെ സഹായിക്കുന്നവരുമായ എല്ലാവർക്കും, നമ്മുടെ മശായിഖന്മാർക്കും ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന ആയുസ് അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടെ മരിച്ച് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ആ ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.